എന്നാലും ഇങ്ങേര് ഏ വരില്ലേ? വാ. A few moments later. ആ വാ, വാ വാ വാ. എന്തിനാ ചിരിക്കുന്നത്? അതുണ്ടല്ലോ, അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല, ഞാൻ വെറുതെ ചിരിച്ചതാ. അല്ല, ഞാൻ സാധാരണ ടിപ്പിക്കൽ പേഴ്സണായിട്ടൊക്കെ ഓർത്ത് ചിരിച്ചു പോയതാ, സോറി. അല്ല, താൻ വന്നിരിക്കേ. ഓക്കെ, ഞാനിവിടെ ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ അല്ലേ? ഇവിടെ ഇരുന്നോ. ഞാൻ സോഫയിൽ കിടന്നോ. അല്ല വേണ്ട, ഞാൻ കിടന്നോളാം സോഫയിൽ. അത് നിങ്ങളെ വീടല്ലേ, നിങ്ങൾ ബെഡിൽ കിടന്നോളൂ. നിങ്ങളെന്നൊന്നും വിളിക്കണ്ട, എൻ്റെ പേര് വിളിച്ചാൽ മതി. ഏകലവ്യ എന്നല്ലേ പേര്? അപ്പോൾ ഏകലവ്യ എന്ന് നീട്ടി വിളിക്കാൻ ഞാൻ മറ്റെന്താ വിളിച്ചാൽ മതിയോ? അതായത് മറ്റുള്ളവർ വിളിക്കുന്ന പോലെ ഈച്ചൂന്നോ പിക്കൂന്നോ അങ്ങനെ എന്തെങ്കിലും? അയ്യോ, താൻ എന്നെ പീക്കു എന്നൊന്നും വിളിക്കല്ലേ. അമ്മ വിളിക്കുന്ന കേട്ട് കസിൻസ് വിളിക്കാൻ തുടങ്ങിയതാണ്. പ്ലീസ് പീക്കു വേണ്ട, വേറെ എന്തെങ്കിലും ലൈക്ക്. ബട്ട് പീക്കു നല്ല കോമഡി നെയിം, ഐ ലൈക്ക് ഇറ്റ് ആക്ച്വലി. ഓക്കെ, ഞാനൊരു പേര് കണ്ടുപിടിച്ചാലോ? എല്ലാവരും നിങ്ങളെ ഈച്ചു പീക്കു എന്നൊക്കെയല്ലേ വിളിക്കുന്നത്. സോ ഞാനായിട്ടൊരു പേര് കണ്ടുപിടിച്ചിട്ട് വിളിച്ചാലോ? ഒക്കെ തൻ്റെ ഇഷ്ടം, ഒക്കെ ഞാൻ തനിക്ക് വിട്ടു തന്നിരിക്കുന്നു. എന്ത് വേണേലും വിളിക്കാം, തെറി ഒഴികെ. തെറി മാത്രം വിളിക്കില്ല. യൂസ് സോ ഫണ്ണി ആക്ച്വലി. ആണല്ലേ, എന്താ ചെയ്യാം, കഴിവ് തന്നെ. അതൊക്കെ വിളക്കട്ടെ, തൻ്റെ കാര്യങ്ങളൊന്നും താൻ പറഞ്ഞില്ല. ഐ മീൻ, ഫസ്റ്റ് നൈറ്റ് ഈസ് നോട്ട് അബൌട്ട് ഓൺലി ഫിസിക്കൽ റിലേഷൻഷിപ്പ്. അത് അതിനെപ്പറ്റി മാത്രമല്ല അല്ലല്ലോ. ഇറ്റ്സ് അബൌട്ട് ഓൾസോ മെൻ്റൽ, ലൈക്ക് മെൻ്റലി ഉള്ള അറ്റാച്ച്മെൻറ്റിനെയും കുറിച്ച് കൂടിയാണല്ലോ. സോ അപ്പോൾ തൻ്റെ ലൈഫ് എങ്ങനെയായിരുന്നു? ലൈക്ക് ഡു യു ഹാവ് എനി ലവ്? ഉണ്ടായിരുന്നു. ഐ തിങ്ക് യു ആർ കംഫർട്ടബിൾ. അപ്പോൾ നിനക്ക് എന്നോട് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ നീ പറഞ്ഞോ. എനിക്ക് നല്ലൊരു കഥ കേൾക്കാനുള്ള നല്ലൊരു മൂഡിലാണ്. സോ ക്യാൻ വി? താനുൾപ്പെടെ ബാക്കി എല്ലാവർക്കും എൻ്റെ ലൈഫ് ഒരു കഥയാണ്. ബട്ട് ഫോർ മീ ദാറ്റ്സ് നോട്ട് എ സ്റ്റോറി. എനിക്ക് എൻ്റെ ജീവിതം തന്നെ അത്. അവനും ഞാൻ പണ്ട് മഹാരാജ കോളേജിൽ പഠിക്കുന്ന ടൈം, അന്ന് മഹാരാജ കോളേജ് എന്ന് പറയുമ്പോൾ ഇന്നും അങ്ങനെ തന്നെയാണ്, എന്നാലും ഭയങ്കര ഒരു ഇടുപ്പുള്ള കോളേജാണല്ലോ. സോ അവിടെ വെച്ചാ എൻ്റെ സീനിയർ അവനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. സോ പറയാൻ വാക്കുകളില്ലല്ലേ, അത്ര ബ്യൂട്ടിഫുള്ളാണ്. യെസ്, ഓഫ് കോഴ്സ്, ഹീസ് സോ ഹാൻസം. ഇറ്റ്സ് ഓക്കെ. മഹാരാജ കോളേജ് പറ, ബാക്കി പറ, കേൾക്കട്ടെ. മഹാരാജ കോളേജ്, മൈ ഡ്രീം യൂണിവേഴ്സിറ്റി. ഞാനവിടെ പഠിക്കാൻ വേണ്ടി എൻ്റെ പപ്പേൻ്റെ കൈയും കാലും പിടിച്ചിട്ട് അവിടെ എത്തി. അങ്ങനെ ഞാൻ അവിടെ എത്തിയതും ഞാൻ ആദ്യം കാണുന്നത് മൈ സീനിയർ. വെയിറ്റ് എ മിനിറ്റ്, പേര് പറയണ്ട, സീനിയർ എന്ന് പറഞ്ഞാൽ മതി, അതർത്ഥം. ഞാനും അങ്ങനെ തന്നെയാണ് മൂപ്പരെ വിളിക്കാറുണ്ടായിരുന്നത്, സീനിയർ. എടാ അലക്സേ, ഇന്ന് ഫ്രഷേഴ്സ് ഡേ അല്ലേ? നിങ്ങളിത് എവിടെ പോയി കിടക്കും, ഇങ്ങോട്ട് വാ. പെൺപിള്ളേരൊക്കെ വരുന്നല്ലേ. ഞാൻ ഡീസൻ്റാണ്, പക്ഷെ നിങ്ങളെപ്പോലെ അല്ലെങ്കിലും എനിക്കും വേണ്ടടാ ഒരു ജീവിതമൊക്കെ. പാട്ടി, നീ വേണ്ടി പോരുത്. നിൻ്റെ പിന്നാലെ എത്ര പെൺപിള്ളേരാടെ ഒലിപ്പിച്ച് നടക്കുന്നത്, എന്നിട്ട് ഒന്നിനും നിനക്ക് വേണ്ട. എന്നിട്ടും ഞങ്ങളെ കഞ്ഞി പാത്തടാൻ വേണ്ടി ഇവിടെ വന്ന് നിൽക്കും. എടാ പട്ടി, നിൻ്റെ മുടിഞ്ഞ ലുക്ക് കാരണം ഒരു പെൺപിള്ളേരും ഞങ്ങളെ നോക്കത്തില്ലടാ. ആണോടാ മോനെ, നന്നായിപ്പോയി. എടാ അങ്ങോട്ട് നോക്കിയേ, ആ കൊച്ചിനെ, എൻ്റെ മോനെ. എന്തായാലും നീ ഉണ്ടല്ലോ, അത് മതി. ആ ചേട്ടന്മാർ ഡേ അങ്ങോട്ട് വാ. ചേട്ടന്മാർ ചോദിക്കട്ടെ. എന്താ ചേട്ടേ? ഓ സോറി ചേട്ടാ, മാറിപ്പോയതാ, സോറി. ഡി, രാജസ്ഥാനിലോട്ട് മണൽ കയറ്റി വയ്ക്കല്ലേ. എന്താണോ മാക്കാച്ചി തന്നെ പ്രശ്നം? ചോദിക്കി എന്താ?
മാക്കാച്ചി നിന്റെ അപ്പൂപ്പനെ പോയി വിളിക്കടി മാക്കാച്ചി. A few moments later. അവരുടെ ഒറ്റ ലേശം അതിക്രമിച്ചതിനാൽ പാവം പ്രിൻസിക്ക് ഇടപെടേണ്ടി വന്നു. ചക്കന്മാരെ, നിങ്ങൾ കുറച്ചൊന്നുമല്ല സഹിക്കുന്നു ഞാൻ. പാവല്ലേ, കോളേജ് പിള്ളേരല്ലേ, എന്തിന് പഠിക്കുന്നവരല്ലേ എന്ന് വെച്ചിട്ട് അവിടെ നിൽക്കട്ടെ. ഡി കൊച്ചേ, നിൻ്റെ പ്രശ്നം എന്താ? സർ, ഞാനല്ല, ഈ ചേട്ടന്മാരെന്നെ മോശമായിട്ട് എട്ടീ കുട്ടിപ്പിശാശേ. സാറേ, ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുമോ? സാറിന് തോണ്ടോ? താൻ കൊള്ളാവല്ലോടി കുട്ടിപ്പിശാശേ. എനിവേസ്, ഭാവൻ എൻ്റെ സീനിയർ. എന്നിട്ട് അങ്ങനെയായിരുന്നു ഞങ്ങളെ ഫസ്റ്റ് മീറ്റ്. ഡി അയ്യോ, അയലാർക്കടി ചാളമേരി, അയലാർക്കടി. നിൻ്റെ ഭാഗത്ത് എന്താടി ഒരു വ്യത്യാസമില്ലാത്ത? എന്ത് മാറ്റം വരാണ്? 1 2 പ്രാവശ്യമൊക്കെയാണ് സഹിക്കാം, മാറ്റമൊക്കെ വരാം. വേണമെങ്കിൽ ഒന്ന് ഞെട്ടൊക്കെ ചെയ്യരുത്. പക്ഷേ ഇത് സ്ഥിരമല്ലേ, പിന്നെ ഞാനെന്തിനാ ഞെട്ടുന്നത്? ഓ, അങ്ങനെ. അപ്പം മോളിനി ഞാൻ 4 കാലിൽ വന്നാലും ഇങ്ങനെ തന്നെ. താൻ 4 കാലിൽ വന്നാലും 5 കാലിൽ വന്നാലും തൻ്റെ കാലിന് മാറ്റമൊന്നും ഉണ്ടാവില്ല. തൻ്റെ കൈയിൻ്റെ എണ്ണം കുറയും. എൻ്റെ കൈയിൻ്റെ വേദന എന്നെ കൊണ്ട് പറയിപ്പിക്കാണ്ട് ഇപ്പം എന്തിനാ വന്നതെന്ന് ഞാൻ പറഞ്ഞിട്ട് പോകാൻ നോക്കുമ്പോൾ ഓഹോ അങ്ങനെ എപ്പോഴേ ഭാര്യ ഭരണം തുടങ്ങിയല്ലോ മോളെ. ഞാനിപ്പോൾ ഓടിപ്പടച്ച് വന്ന എന്താ വെച്ചാൽ എൻ്റെ പെണ്ണിനെ കാണാനുള്ള കൊതുകൊണ്ടോ. അയ്യോ, എൻ്റെ മാക്കാച്ചി അഭിനയ സിംഹമേ ഒന്ന് ഡയലോഗ് ഇടി നിർത്തി, എന്നിട്ട് വന്ന കാര്യം പറ. എന്താ വന്നേ? മറ്റൊന്നുമല്ല എൻ്റെ പൊന്നു ചാളമേരി. ഞാൻ ഇന്ന് രാത്രിത്തെ ഫ്ലൈറ്റിന് നാട്ടിൽ പോവാം. അപ്പം എനിക്ക് നിന്നെ പറയാതെ പോയാൽ പിന്നെ സമാധാനം കിട്ടില്ല. പിന്നെ അതാ വന്ന് രാത്രി തന്നെ. ഓ, ഇന്ന് പോവാ അല്ലേ? നിനക്ക് നല്ല വിഷമമുണ്ടല്ലേ? കുഴപ്പമില്ല മുത്തയോ, കുഴപ്പമില്ല. നീ മാക്കാച്ചിക്ക് ഒരുമ്പ തന്ന് തീർത്താളും. അയ്യട മോന്, ഇതായിരുന്നല്ലേ മനസ്സിലിരിപ്പ്. അതങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. എൻ്റെ ഉമ്മ വളരെ പ്രഷ്യസാണ്. അത് തന്നെ പോലത്തെ മാക്കാച്ചിക്ക് എന്തായാലല്ല. നീ എന്തായി പറഞ്ഞത്? നീ എനിക്ക് ഉമ്മ തരില്ലല്ലേ? ഞാൻ എടുത്തോളാം. എടോ ഉളുപ്പില്ലാത്ത മാക്കാച്ചി. പോയിട്ട് വേണം മാക്കാച്ചി. ശരിയടാ, ബൈ, പിന്നെ കാണാം. ഉമ്മ. കൊള്ളാലോ, ചാളമേരി മാക്കാച്ചി വെയിറ്റ് ഫോർ ഈച്ച് അതർ. പക്ഷെ ഞാൻ വന്നു. ബാക്കി പറ, കേൾക്കട്ടെ തൻ്റെ മാക്കാച്ചിനെ. പിന്നെ ഞാൻ ഹോസ്റ്റലിലിരിക്കുമ്പോൾ എനിക്കൊരു കോൾ വന്നു. ആരാ എന്താണെന്നൊന്നും അറിയാത്തത് കൊണ്ട് സേവ് ചെയ്തിട്ടില്ലാത്ത നമ്പർ ആയതുകൊണ്ട്. ഇതാരേ വിളിക്കുന്നത്? ഹലോ, ഇതാരാ? മനസ്സിലായില്ല. ഹായ്, ഞാനാ, നീ സ്നേഹിക്കുന്നവൻ്റെ അമ്മ. ഹായ് ആൻറ്റി, എന്താ വിളിച്ചേ? മോളെ, ഞാൻ പറയുന്നത് നീ വ്യക്തമായിട്ട് കേട്ടോ. നീ അവൻ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായി മനസ്സിലാവും. പക്ഷേ ഈ സ്നേഹം കുറേ കാലം നിലനിൽക്കുന്നൊന്നല്ല. ഇത് അവൻ്റെ മരണത്തിലേക്ക് ചെന്ന് കലാശിക്കും. നിർത്ത് ഇതെല്ലാം പറയുന്ന കേൾക്ക്. ഓ, എനിക്ക് മനസ്സിലാവും ആൻറ്റീൻ്റെ പ്രയാസങ്ങൾ. നിങ്ങളുടെ മകൻ ഒരു പെൺകുട്ടീനെ സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞാൽ ഏതൊരമ്മ ഇങ്ങനെയൊക്കെ തന്നെ റിയാക്ട് ചെയ്യത്തുള്ളൂ. ബട്ട് ഞാനൊരു മോശമായിട്ടുള്ള കുട്ടിയല്ല. ആൻറ്റിക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ പാരൻസിനെ വിളിച്ച് ചോദിക്കാം, അല്ലെങ്കിൽ എൻ്റെ ടീച്ചേഴ്സ്. നീ നല്ല കുട്ടിയാണോ അല്ല എത്തൊന്നും അല്ല എൻ്റെ പ്രശ്നം. നിങ്ങൾ തമ്മിൽ ചേരാൻ പാടില്ല. അവന് ഞാനൊരു കുട്ടീനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നീ അവൻ്റെ ലൈഫിലോട്ട് വരണം എന്നില്ല, മനസ്സിലായോ? ആൻറ്റി മറ്റൊരു പെൺകുട്ടീനെ കണ്ടെത്തിയാലും ഇല്ലെങ്കിലും ഞാൻ അവനെ കല്യാണം കഴിക്കുള്ളൂ, അവനെന്നെ. കാരണം ഞങ്ങൾ അത്രയും ഇഷ്ടപ്പെടുന്നുണ്ട്. നീ നിൻ്റെ കാര്യം മാത്രം പറഞ്ഞാൽ മതി, അവൻ്റെ കാര്യം നീ പറയണ്ട. അവനെ നീ വെറും കളിപ്പാവരുത്, അത് നിനക്കറിയായിട്ട. അവന് നീ എന്നൊരു കുട്ടീനെ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? അങ്ങനെ കോള് കട്ടായി.
ആ കോള് അതോടെ എൻ്റെ ജീവിതം തന്നെ മാറി മറിഞ്ഞു. പിന്നീട് എനിക്ക് വന്ന അടുത്ത കോള് എൻ്റെ ഫ്രണ്ട് മീരയുടേതായിരുന്നു. അവളെന്നെ വിളിച്ച് പറഞ്ഞ് മെട്രോ MRCR മെട്രോ ഹോസ്പിറ്റലിലോട്ട് വാ, വേഗം വാന്ന്. അങ്ങനെ ഓടിപ്പടഞ്ഞ് അവിടെ എത്തുമ്പോൾ ഞാൻ അറിഞ്ഞ എടി എന്താ പറ്റിയ എങ്ങനെ എന്താ പറ്റിയടി? എടി സീനിയർ കാർ ആക്സിഡൻ്റ് ആയിരുന്നു, ക്രിട്ടിക്കലാ, ICUലാണ്. ഓ, നീ ഇവിടെ വന്നല്ലേ? എൻ്റെ കൊച്ചിന് നീ സൗകര്യം കൊടുക്കില്ലടി. നിന്നോട് അന്നേ ഞാൻ പറഞ്ഞതല്ല എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ. നീ ഒഴിഞ്ഞു പോകാത്തത് കാരണം ഇപ്പം എൻ്റെ കുഞ്ഞിവിടെ കിടക്കുന്നു. നീയാടി, നീയാ എല്ലാത്തിനും കാരണം. എന്തിനാടി എൻ്റെ കൊച്ചിനെ, എന്തിനാ എൻ്റെ കൊച്ചിനെ? മാം, we try our best, but we are really sorry, ma'am. അയ്യോ ഡോക്ടർ, എൻ്റെ കുഞ്ഞ് അവൻ എടി അസത്യം, നിന്റെ 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 ജന്മം കാരണം അവൻ എൻ്റെ കുഞ്ഞിന് ഇല്ലാണ്ടായി പോയ നീ കാരണം. നിന്റെ നീ അവന് പറ്റില്ല, ഞാൻ അന്നേ പറഞ്ഞതല്ലേ. ജാതകം നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു നിൻ്റെതോ അവൻ്റെതോ. പറ്റില്ല, അവൻ്റെ മരണഭയം ഉണ്ടായിരുന്നു. എനിക്കിതിലൊക്കെ വിശ്വാസമുണ്ട്. നിങ്ങൾക്ക് ഇല്ലാത്തത് അത് കണക്കല്ല, പക്ഷെ എനിക്ക് വിശ്വാസമുണ്ട്. ആ വിശ്വാസം ഇപ്പം ഇങ്ങനെയൊക്കെ വന്നത്. എൻ്റെ കുഞ്ഞ് എനിക്ക് പോയി, മറ്റാർക്ക്? നിനക്കെന്ത് തന്നെ? നീ വേറൊരുത്തനെ കെട്ടി സൂക്ഷിക്കാൻ പോവല്ല. എൻ്റെ കുഞ്ഞ് ആൻറ്റി, ഒരാളെ വേദനിപ്പിക്കുന്നതിനൊരു പരിധിയുണ്ട്. ഞാനെൻ്റെ ക്ഷമയുടെ നെല്ലിപ്പലകയിലാണ്. നിർത്തടി, നീ ഓടിയോടി പേടിപ്പിക്കുന്നേ. ഇപ്പൊ ഇവിടുന്ന് അറിയിക്കണം ഇത് ഹോസ്പിറ്റലാണെന്നുള്ള ബോധഗതി എനിക്കില്ല. തെരും ചള്ള കഴിക്കുന്ന തെരും. ഇറങ്ങിക്കോ, ഇറങ്ങാ. എന്റെ കൊച്ചിനെ നീ കാണണ്ട, ഇറങ്ങാൻ. മോളിക മനുഷ്യന്മാരോട് വർത്തമാനം പറഞ്ഞിട്ട് കാര്യമുള്ളൂ, അല്ലാതെ ഇവരെ പോലെ കണ്ണിച്ചല്ലാത്ത കാട്ടാളന്മാരോട് വർത്താനം പറഞ്ഞിട്ട് കാര്യം. നീ വാ വാ. ഇത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞു ഞാനൊന്ന് റിക്കവറായി വരാം. അതിനിടയ്ക്ക് എനിക്ക് മെൻ്റലി ഒക്കെ അറിയാം, പപ്പ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ലണ്ടനിൽ UK പഠിക്കാൻ പോകുമ്പോൾ മൊത്തത്തിലൊരു ദുരന്തമാണല്ലേ. എനിക്ക് പിന്നെ ലവ് പോകുന്നില്ല, ഞാൻ സിംഗിൾ. ബട്ട് ഞാൻ ചോദിച്ചില്ലല്ലോ. ഓ, എനിക്കിട്ടും വെച്ചല്ലേ. ചാളമേരി കൊള്ളാം. എന്തേ, ഞാൻ അങ്ങനെ വിളിച്ച് ഇഷ്ടപ്പെട്ടില്ല? എന്നാൽ കുഴപ്പമില്ല, വിളിച്ചോ. അങ്ങനെ വിളിക്കാനെങ്കിലും ആരെങ്കിലും ഉണ്ടല്ലോ. ഓ, എന്നാൽ ചാളമേരി കടന്നു, ഞാൻ സോഫയിൽ കടന്നോളാം. A few moments later. പേക്കുട്ടാ, മോനെ പേക്കുട്ടാ, നിക്ക് മോനെ.
അമ്മയല്ലേ വിളിക്കുന്നത്? അയ്യോ സോറി അമ്മ, ഞാൻ എഴുന്നേക്കാൻ ലേറ്റായി. സോറി. അയ്യോ അത് കുഴപ്പമില്ല മോളെ, ഞാൻ നീയുള്ള കാര്യം മറന്നുപോയി. ഞാൻ അവനെ വിളിക്കാൻ വരാറ്, അതാ ഓർത്ത് പെട്ടെന്ന്. സോറിയടാ. അത് ശരി, അമ്മയാണോ പീക്ക് പെട്ടെന്ന് എണീപ്പിക്കുന്നത്? ഞാൻ താഴത്തെ വരാം അമ്മ. വരാം. ഏതായാലും നാളെ ആ പട്ടി മുറത്തി ഇങ്ങോട്ട് വരുവാണല്ലോ. അതിൻ്റെ മോന്ത കാണണമല്ലോ ദൈവമേ. നീ ഇതാരെ കാര്യമായിട്ട് കൊച്ചു പറയുന്നത്? ആരാ വരുന്നത് നാളെ? വേറെ ആര്? ആർദ്രേൻ്റെ കാര്യം. ആർദ്ര? അതാരാ ആർദ്ര? അത് പീക്വാഡിൻ്റെ കസിനാണ്, അച്ഛൻ്റെ സൈഡിലല്ലേ. പറഞ്ഞു വരുമ്പോൾ മുറപ്പെണ്ണെന്നൊക്കെ പറയാം അല്ലേ കുഞ്ഞി? അതെ അതെ, അവളൊരു തിണ്ടിയാ തിണ്ടി. മുറപ്പെണ്ണോ? ഗായ്സ്, ഇവിടുത്തെ പ്രൊഫഷണൽ ഡിഷ് വാഷറായി എന്നെ എന്തുകൊണ്ട് വിളിച്ചുകൂടെയായിരുന്നു? ഞാൻ വന്ന് കിഴിത്തല്ലായിരുന്നു. ആത്ര നിങ്ങളുമായിട്ട് എങ്ങനെയാണ്? നിങ്ങൾ അവളുമായിട്ടോ? ആത്രയോ? അവൾ നാളെ വരുന്നുണ്ടല്ലോ. അടിപൊളി. ഹായ് ഗായ്സ്, ഈ എപ്പിസോഡ് എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഞാൻ അത്യാവശ്യം നീട്ടി വലിച്ചിട്ടാണ് ഇട്ടത്. പിന്നെ ഓവർ ലാഗ് എടുപ്പിക്കേണ്ട വിചാരിച്ച് കുത്തി നിറച്ചൊന്നും കയറ്റിയിട്ടില്ല, നോർമൽ. എനിവേസ്, ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പറയണേ.